ശുചിത്വം പാലിക്കുക. കുട്ടികളുടെ സുരക്ഷയുടെയും കരുതലിന്റെയും ഭാഗമായിട്ട് 5 ഹൈജീൻ ടിപ്സ് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. 2 നേരം കുളിക്കുക. രാവിലെയും സ്കൂളിൽ നിന്ന് പോയി വന്ന ശേഷം കുളിക്കുക. നിങ്ങളുടെ അനിയന്മാരെയും അനിയത്തിമാരെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. പല്ല് തേക്കുക. രാവിലെയും വൈകിട്ടും കിടക്കുന്നതിന് മുമ്പ് പല്ല് തേക്കുക. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും ഉപയോഗിക്കുക. നാക്കും ക്ലീൻ ആക്കാൻ ടങ് ക്ലീനർ ഉപയോഗിക്കുക. ഈ പറയുന്ന ബ്രഷുകൾ മാറ്റി ഉപയോഗിക്കുക. കാലാവധി അനുസരിച്ച് മാറ്റി ഉപയോഗിക്കുക. അതുപോലെ തന്നെ തുമ്മലും ചുമയും വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നഖങ്ങൾ വൃത്തിയായി വെട്ടി സൂക്ഷിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് കൈയും കാലും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ച ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡുകൾ നല്ലപോലെ കൈകൾ കഴുകുക. അതുപോലെ ടോയ്ലറ്റിൽ പോയി വന്ന ശേഷവും കൈകൾ കഴുകുക. കളിക്കാൻ പോയി വന്ന ശേഷവും കൈകൾ കഴുകുക. കൈകൾ കഴുകുന്നതിന് നിങ്ങൾക്ക് സോപ്പും വെള്ളവും യാത്രയിലോ സ്കൂളിലോ സാധ്യമാകാത്ത സമയത്ത് നിങ്ങൾ ഈ വെറ്റ് ടിഷ്യൂ, ഏത് വെറ്റ് ടിഷ്യൂ ആയാലും ഏറ്റവും നല്ല വെറ്റ് ടിഷ്യൂ, ഇതെനിക്ക് എൻ്റെ അച്ഛൻ, ഹോമിയോ ഡോക്ടറായ എൻ്റെ അച്ഛൻ പരിചയപ്പെടുത്തി തന്നെയാണ്. ഇതെനിക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. ഇത് ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ വരാതെ ഒരുപാട് കഴിയുന്നുണ്ട്. തീരെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഡയപ്പർ മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണിത്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മളിത് ബാഗിൽ കരുതിയാൽ പെട്ടെന്നൊന്നും വെള്ളവും സോപ്പും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഉപയോഗിക്കുന്നത് വൃത്തിയായിട്ട്. അതിന് ശേഷം ഇത് ടോയ്ലറ്റിലൊന്നും ഇടരുത്. ഇത് വേസ്റ്റ് ബിന്നിൽ തന്നെ ഇത് മാറ്റുക, കളയുക, ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഉപയോഗം ഞാൻ മനസ്സിലാക്കിയൊരു ഉപയോഗം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നമ്മളുടെ കുട്ടികളുടെ നമ്മളുടെ ഷൂസിലായാലും പെട്ടെന്ന് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷനോ അണുബാധയോ അല്ലെങ്കിൽ ഫംഗസോ എന്തെങ്കിലും ഉണ്ടായി ഈ വെറ്റ് ടിഷ്യൂ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്കത് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ കൈകളായാലും നമ്മൾ തുമ്മോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ തുടച്ചെടുക്കാൻ പറ്റും. അതുപോലെ സ്കൂൾ ബാഗുകൾ നമുക്ക് തുടയ്ക്കാൻ പറ്റും. മഴക്കാലമാണ്. ഷൂസും ബാഗും എപ്പോഴും തുറന്ന് നമ്മൾ നോക്കണം. എന്തെങ്കിലും പ്രാണികളോ ഇഴജന്തുക്കളോ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ ഷൂസും ബാഗും എപ്പോഴും നമ്മൾ നോക്കണം. അപ്പം വെറ്റ് ടിഷ്യൂ ആണ് ഇന്ന് എൻ്റെ കുട്ടികൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഇത് ഉപയോഗിച്ച ശേഷം കൃത്യമായിട്ട് വേസ്റ്റ് ബിന്നിൽ കളയുക, ടോയ്ലറ്റിൽ ഉപേക്ഷിക്കരുത്.